പ്രവാസ ലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി എത്തുന്ന നമസ്തേ അറേബ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത്ര ശുഭകരമായ വാർത്തകളല്ല പ്രവാസ ലോകത്ത് നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 3 മലയാളി വനിതകളാണ് UAE-യിൽ ആത്മഹത്യ ചെയ്തത്. മലയാളി സമൂഹത്തിനിടയിൽ വർദ്ധിക്കുന്ന ആത്മഹത്യാ പ്രവണതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും തേടുകയാണ് നമസ്തേ അറേബ്യ. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ഷാർജയിൽ മലയാളി കുടുംബത്തിലെ അമ്മയും കുഞ്ഞും മരിച്ചു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെങ്കിലും പ്രവാസ ലോകത്ത് ഇത് കൂടുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ UAE-യിൽ 3 മലയാളി യുവതികളാണ് സ്വയം മരണം വരിച്ചത്. യുവതികൾ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത ശ്രദ്ധേയമാംവിധം വർദ്ധിക്കുകയാണ്. തന്റേതെന്ന് മാത്രം കരുതുന്ന ഭർത്താവിനൊപ്പം പ്രവാസ ലോകത്തെത്തുകയും ഇവിടെ അയാളിൽ നിന്ന് അവഗണനയും ക്രൂരതയും ഏൽക്കുമ്പോഴുണ്ടാകുന്ന തകർച്ച തന്നെയാണ് പല യുവതികളെയും കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇവരുടെ മാതാപിതാക്കൾ കൂടെ ഇല്ലാതാവുകയും പ്രശ്നത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ മനസ്സിന്റെ താളം തെറ്റിപ്പോകുന്ന നിമിഷത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയുമാണ്. ഒരു സൈക്കാട്രിക് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ ഉള്ള ഒരു പേഴ്സണാലിറ്റിയുടെ കൂടെ ഒരു ലോങ് ടേം ലീവ് ചെയ്യുമ്പോൾ ഇവർക്ക് തന്നെ ഒരു ഡിപ്പെൻഡൻസി ട്രേറ്റ്സ് വരികയും ഇവർക്ക് ഇവരുടെ തന്നെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ് വളർന്നത്, എൻ്റെ ക്വാളിറ്റി എന്താണ്, എൻ്റെ വിദ്യാഭ്യാസം എന്താണ്, സ്കിൽ എന്താണ്, എല്ലാം മാറുന്ന അവരുടെ തന്നെ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇവർക്ക് ഹോപ്പ് ഉണ്ടാകത്തില്ല. മുന്നോട്ട് നോക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിലല്ലേ ഓരോ ദിവസവും ജീവിച്ചു പോകാൻ പറ്റും. അതില്ലാതെ അവിടെ ഒരു ബ്രേക്ക് വരുമ്പോൾ നമ്മളെ ഒന്നും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടിന്യൂസ് ടോർച്ചറിൻ്റെ പേരിലാണ് ആ കുട്ടികൾക്കൊക്കെ സംഭവിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ ഈയിടെയായി ആത്മഹത്യകൾ പെരുകുന്നതായും കുടുംബ പ്രശ്നങ്ങളാണ് പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതെന്നും UAE-യിലെ സാമൂഹ്യ പ്രവർത്തകർ വ്യക്തമാക്കുന്നു. കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ജീവൻ ഒടുക്കുകയും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന പ്രവണത കൂടുന്നതായാണ് വിലയിരുത്തൽ. സാമ്പത്തിക പ്രശ്നങ്ങൾ, വിവാഹ ജീവിതത്തിൽ അപസ്വരം, സ്ത്രീധന പീഡനം തുടങ്ങിയവ കാരണമാവുന്നുണ്ട്. ഇതോടൊപ്പം പ്രധാന വില്ലൻ സംശയരോഗമാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഹസ്ബൻഡിനേക്കാൾ ഒരു ഇച്ചിരി ഫെയറാണ് വൈഫ്, കാണാനൊരു ഇച്ചിരി നല്ലതാണ്. ചിലപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ഏജ് വ്യത്യാസം കുറേ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ആണുങ്ങളിൽ സംശയം ഡെഫിനറ്റ്ലി അവിടെ ഉണ്ട്. ആ സംശയം അവരെ ഒരു ഉപദ്രവകാരിയാക്കിയിട്ട് ഈ വൈഫിനെ ആക്രമിക്കാനും ഒരു പീഡനം അവിടെ നിന്ന് തുടങ്ങാം. പിന്നെ ഇതുപോലെ അവർ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ എല്ലായ്പ്പോഴും അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് അവർക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തിനെങ്കിലും അവർക്ക് പറയാൻ പറ്റാത്തൊരു സീക്രട്ട് അതിൻ്റെ ഇടയിലുണ്ട് അവരുടെ ആ ലൈഫിൽ. അത് ഒരു കാരണമായിരിക്കും. പിന്നെ അവരിപ്പോൾ ഈ പുറത്ത് പോയി കൂട്ടുകാർ കൂടുന്നു, മറ്റു ഏതെങ്കിലും അവരുടെ ജോലി സ്ഥലത്തോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പേസെന്നോ വേറൊരു ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു. അപ്പം അങ്ങനെ ഒരു എക്സ്ട്രാ ബന്ധമായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ഒരു സ്നേഹം കിട്ടിക്കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഭാര്യയുടെ അടുത്ത് വരുമ്പോൾ പിന്നെ ഭാര്യയോട് വെറുപ്പായി. അവർക്ക് സ്നേഹം മറ്റിടത്തുനിന്ന് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഭാര്യനെ ഇൻസൾട്ട് ചെയ്ത് അവർ ചെയ്യുന്നതെല്ലാം കുറ്റം, ഭാര്യ ചെയ്യുന്നത്, ഭാര്യ പറയുന്നതൊക്കെ കുറ്റം. ഒരു 10 വർഷമൊക്കെ വേറൊരു കേസ് എന്നാണ് 15 വർഷം ബിറ്റ്വീൻ. കാരണം 11 വയസ്സായ മൂത്ത കൊച്ചുണ്ട്. അങ്ങനെ 3-4 കുട്ടികളുള്ള ഒരു ഫാമിലി. അപ്പോൾ അവരുടെ ഇടയിലുള്ള പ്രശ്നം എന്താ? അവർക്ക് എല്ലാം സംശയമാണ്. ഇവർ ചെയ്യുന്നതൊന്നും അംഗീകരിക്കാൻ വയ്യ. ഇവരുണ്ടാക്കുന്നത് കറി എത്ര ടേസ്റ്റുള്ള കറി ആയാലും എന്തെങ്കിലും ആ കറികളിൽ എന്തെങ്കിലും ഒരു കുറ്റം പറയും. അങ്ങനെയായിട്ട് ഇവരെ മടുപ്പിക്കുകയാണ്, ഈ സ്ത്രീകളെ മടുപ്പിക്കുകയാണ്. പക്ഷെ ഇത്രയും വർഷമായിട്ട് വന്നിട്ട് അപ്പോഴാണ് അവർക്കൊരു വേറൊരു റിലേഷൻ കിട്ടുന്ന സമയത്താണ് ഈ വൈഫ് ചെയ്യുന്നതെല്ലാം തെറ്റ്. രുചിയില്ല, കുട്ടികളെ നോക്കുന്നത് ശരിയല്ല, കുട്ടികൾക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരു കുറ്റങ്ങൾ ഇവർ കണ്ടെത്തുകയാണ്. പക്ഷേ അതൊരു ബ്ലെയിമിംഗ് ആണ്. അവരാണ് പറയുന്നത് ശരിയെന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലെയിമിംഗ് ആണ്. കുടുംബ പ്രശ്നങ്ങൾക്കൊപ്പം പ്രവാസ ലോകത്തെ ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും ഫലമായി ഉണ്ടായ
ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും ആത്മഹത്യാ പ്രവണത വർദ്ധിക്കാൻ കാരണമാകുന്നു. അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഭയങ്കരമാണ്. കാരണം ഇവർക്കൊന്ന് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ പങ്കുവെക്കാനോ ചേർത്ത് പിടിക്കാനോ ആരുമില്ല. വളരെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾക്ക് ചുറ്റും ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ അതിന് നടുവിൽ തനിച്ചായി പോകുന്ന ചില അവസ്ഥകളുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചുറ്റും ആരുമില്ലാത്ത ഒരവസ്ഥ, ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽ തനിച്ചാക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ മാനസിക സംഘർഷം നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ ഒരുപാട് അപ്പുറത്താണ്. ആരുമില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് പലപ്പോഴും ഈ സ്വയം ജീവൻ അവസാനിപ്പിക്കണം എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നത്. നമുക്ക് ആരുമില്ല, മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത. ഭർത്താക്കന്മാർ മാനസിക ചൂഷണം നടത്തിയാണ് പങ്കാളിയെ പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ തളച്ചിടുന്നത്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനാവാതെ അവർ ആത്മഹത്യയുടെ വക്കിലെത്തുന്നു. സ്വന്തം വീട്ടുകാർക്ക് പോലും രക്ഷിക്കാനാവാത്ത സാഹചര്യവും ഉണ്ടാകും. ഒരു ദിവസം ഇവർ ഭയങ്കര സ്നേഹമായിരിക്കും, ഒരു ദിവസം ഇവർ അതേപോലെ ഇവരെ കുറിച്ച് കുറ്റങ്ങളായിരിക്കും പറയുക. ഈ കുറ്റങ്ങളിൽ ഇവർ പോലും കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ ഒരു എവിഡൻസ് ആയിരിക്കും ഇവർ കൊടുക്കുക. അതായത് നീ നിൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുന്നു, നീ നിൻ്റെ വീട്ടുകാരോട് സംസാരിക്കുന്നു, എന്നോട് നിനക്ക് സ്നേഹമില്ല. ഇതിനകത്തെല്ലാം ഒരു ഇമോഷണൽ കാര്യങ്ങൾ എടുത്തിടും. അപ്പോൾ ഇവരന്നേരം അതിനെ ഫിക്സ് ചെയ്യാൻ നോക്കുമല്ല, അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ കാല് പിടിച്ച് പുറകെ നടക്കും. അത് കഴിയുമ്പോൾ പിന്നെ സാരമില്ല, ഞാൻ എന്തോ ഔദാര്യം ചെയ്യുന്ന പോലെ ആയിരിക്കും ഇവർ പിന്നെ കാണിക്കുന്നത്. സാരമില്ല, ഇനി ഇത് ഉണ്ടാവാൻ പാടില്ല, ഇനി നമുക്ക് ഒരുമിച്ച് പോകാം, പക്ഷേ ഇനി എന്തെങ്കിലും ഞാൻ കണ്ടാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല പ്രതികരിക്കുന്നത് എന്നുള്ളൊരു വാർണിംഗ് കൂടെ കൊടുക്കുമായിരിക്കും. ഇത് കേട്ടിട്ട് ഈ കുട്ടികൾ കൺഫ്യൂസ്ഡാണ്. ബിക്കോസ് കോൺസ്റ്റൻ്റ്ലി ഇത് വന്ന് അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഒരു ആവശ്യങ്ങൾ പോലും തുറന്നു പറയാതെ, ഇവർക്കിടെ വിഷമങ്ങൾ പോലും ഷെയർ ചെയ്യാതെ ഇവരിത് ഫിക്സ് ചെയ്യാൻ വേണ്ടി കിടന്നങ്ങ് ശ്രമിക്കുക. കാരണം ഏത് മൊമെൻറ്റ് ഇത് പൊട്ടിത്തെറിക്കുമെന്ന് ഇവർക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഒരു മൊമെൻറ്റിൽ എപ്പോഴും ഇവർ ധരിക്കുന്നത് ഇവർക്കാണ് പ്രശ്നം. ഇപ്പോൾ റീസെൻ്റ്ലി ആ ഒരു ലാസ്റ്റിൽ വന്ന കുട്ടിയുടെ ഹസ്ബൻഡ് ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അതിനകത്ത് പോലും ആളുടെ ആ റോളർ കോസ്റ്റർ നമുക്ക് കാണാം. ആൾ സംസാരിക്കുമ്പോൾ ആദ്യം ആൾ കരയും, കുറച്ച് കഴിയുമ്പോൾ ആൾ പറയുകയാണ് അവളാണ് എന്നെ ഉപദ്രവിക്കുന്നത്, ഞാനല്ല. അത് കഴിഞ്ഞ് ആളെ സേവ് ചെയ്യാനുള്ള മരിച്ചു കിടക്കുന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആളുടെ HR-ന് മെയിൽ അയച്ചിട്ട് ആളുടെ വൈഫിൻ്റെ പ്രശ്നങ്ങൾ മൊത്തം പറഞ്ഞു കൊടുത്തിട്ട് ആളുടെ ജോബ് കളയല്ലേ എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാം നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇവരുടെ ഒരു സെൽഫിഷ് ആക്ടിവിറ്റി ആയിരിക്കും. അവർക്കിഷ്ടം അവരെ മാത്രമായിരിക്കും. അവർക്കൊരിക്കലും ഇത് അതർ പേഴ്സണെ മനസ്സിലാക്കാനോ എമ്പത്തറ്റിക്കോ ആവില്ല. അത് ഈ കുട്ടികൾക്ക് ഒരിക്കലും മനസ്സിലാക്കാനും പറ്റില്ല. അവരോർക്കുന്നത് എൻ്റെ കുഴപ്പങ്ങൾ തന്നെയാണ്, എൻ്റെ ഭർത്താവ് എന്നോട് എപ്പോഴും പറയുമല്ലേ, ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ശരിയാവുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ അദ്ദേഹം ദേഷ്യപ്പെട്ടത്. ഇത് ഫാമിലിക്കും കൺഫ്യൂസ് ആവും. ഇപ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് എന്നെ ഇന്ന് ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് കരയും. അപ്പോൾ അവർ പറയാം നീ തിരിച്ചു വരാനൊക്കെ പറയും, ചിലത് പറയാം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാനും പറയും. അതെല്ലാം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ പറയും ഞങ്ങൾ ഓക്കെ ആയി. 3-ാമത്തെ ദിവസം പിന്നെ ഇത്. അപ്പോൾ ഫാമിലി ഓർക്കും ടോം ആൻഡ് ജെറി ഇത് എപ്പോഴും കേൾക്കുന്നതല്ലേ എന്നുള്ള രീതിയിൽ അവരും കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. ഇതൊരു മേജർ റീസൺ ആണ്. ജീവിച്ചിരുന്നപ്പോൾ ലഭിക്കാത്ത നീതി തൻ്റെ മരണത്തിലൂടെയെങ്കിലും നേടാമെന്ന് പലരും കരുതുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറ്റ് പരിഹാര മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് വിശ്വസിക്കുകയും ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ഏക മാർഗമെന്ന് കരുതുകയും ചെയ്യുന്നവരാണ് അധികവും. മറ്റു ചിലർ ആത്മഹത്യയിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നു. അറ്റൻഷൻ സീക്കിങ്ങിനായി ആത്മഹത്യയെക്കുറിച്ച് ഇവർ തൻ്റെ പ്രിയപ്പെട്ടവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും അവസാനം അത് പ്രവർത്തിക്കുകയും ചെയ്യും. എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ നീതി കിട്ടുന്നില്ല, അപ്പം മരണത്തിലൂടെ എനിക്കൊരു നീതി കിട്ടും, 10 പേര് എൻ്റെ സൈഡ് നിൽക്കും എന്നുള്ളൊരു തോന്നൽ വരും. അതുപോലെ ഇപ്പം നമ്മൾ കാണുന്ന മറ്റൊരു പ്രവണതയാണ് കൂട്ടമായി അങ്ങ് ജീവൻ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ചിന്തിക്കണം, കുഞ്ഞു കുട്ടികളെ ഉൾപ്പെടെ ആ മരണത്തിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്നത്. ജീവൻ എടുക്കാനൊന്നും ആർക്കും അധികാരമില്ല. ജീവൻ ദൈവത്തിൻ്റെയാണ്. അത് നമ്മുടെ പ്രാണൻ എടുക്കാൻ ഒരാൾക്ക്, അത് അച്ഛനമ്മമാരാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കാനൊന്നും നമുക്ക് അധികാരമില്ല. പക്ഷെ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന പ്രവണത എന്താണ്? കൂട്ടമരണങ്ങളാണ്. അതുമൊക്കെ ഇതുപോലെയാണ്. എന്നെ സഹായിക്കാത്ത ഈ സമൂഹം, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാത്ത ഈ സമൂഹം, ആ സമൂഹത്തോടുള്ളൊരു പ്രതിരോധം പോലെ, അല്ലെങ്കിൽ ആ സമൂഹത്തോടുള്ളൊരു വാശി പോലെയും
ചിലർ ഇതിനെ കണക്കാക്കുന്നുണ്ട്. മറ്റു ചിലർക്ക് ഇതൊരു ആഘോഷമാണ്. കാരണം നമുക്കറിയാം, ഇതുപോലെയുള്ള ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്ക് അല്ലേ നമ്മൾക്കിതൊരു ആഘോഷമാണ്. അത് കഴിഞ്ഞാൽ അടുത്തൊരു വാർത്ത വരുമ്പോൾ ആ ആഘോഷങ്ങൾ തീരും. പക്ഷെ അപ്പോൾ കിട്ടുന്ന ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ അപ്പോൾ കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന എല്ലാവരുടെയും മാനസിക തലങ്ങൾ ഒരുപോലല്ല. ജനങ്ങൾ പലവിധമാണ്. നമ്മൾക്കറിയില്ല ഏത് രീതിയിലാണ് ഓരോ മനുഷ്യരുടെയും വ്യക്തിത്വമെന്നും അവരേത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്നും. ഒരല്പം ശ്രദ്ധിച്ചാൽ ഇത്തരം ആത്മഹത്യകൾ നമുക്ക് ഒഴിവാക്കാനാകും. പലരും താൽക്കാലിക പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി ആത്മഹത്യ കാണുന്നു. പല പ്രശ്നങ്ങൾക്കും കൃത്യമായ പരിഹാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം പലരെയും ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷിക്കാനാകും. വിഷാദവും ആത്മഹത്യാ ചിന്തകളും പെട്ടെന്നുണ്ടാകുന്ന പ്രതിഭാസങ്ങളല്ല. അവ സാധാരണമായി ഒരു ദീർഘകാല പ്രക്രിയയുടെ ഫലമാണ്. ചെറിയ വിഷാദത്തിൽ തുടങ്ങി കാലക്രമേണ അത് കൂടുതൽ തീവ്രമാകുന്നു. ഈ വിഷാദം ക്രമേണ ഗുരുതരമായ മാനസികാവസ്ഥയിലേക്ക് വളരുകയും അവസാനം വിഷാദം മൂർച്ഛിക്കുന്ന ഘട്ടത്തിൽ ആത്മഹത്യാ ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുന്നു. ഈ സമയത്ത് ആരെങ്കിലും അവരെ കേൾക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ ചികിത്സ നൽകിയാൽ അവരെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നു. സൂയിസൈഡ് എന്ന് പറയുമ്പം നോർമലി അതൊരു വലിയൊരു സ്റ്റെപ്പല്ലേ. അതിന് തന്നെ ധൈര്യം വേണം. ആ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തന്നെ ധൈര്യം വേണം. അപ്പോൾ ആ ധൈര്യത്തിന് വേണ്ടി അവരെ അവിടെ വരെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ അവരെ ഒന്നും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അവർ നോക്കി അവർക്ക് അന്ധകാരം വരിക, ഇരുട്ട് മാത്രമായിരിക്കും. ഒരു ലൈറ്റ് പോലും, ഒരു ചെറിയ ഹോപ്പ് പോലും ഇല്ല. നീ ജീവിക്കാം, നീ ഭൂമിയിൽ നീ വേർത്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം അവർക്കുണ്ടാവില്ല. അങ്ങനെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ റീസൺസ് ഉണ്ടാവുമല്ലോ. അതിനകത്ത് ഒത്തിരി ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് ആ കോൺട്രിബ്യൂഷൻ്റെ സമയത്ത് നമുക്ക് കുറച്ചെങ്കിലും ആളുകൾ ചുറ്റിനുള്ളവരെ ഒന്ന് നോക്കുക. ഇവർ ഓക്കെ ആണോ, ഇവർ ഹാപ്പി ആണോ, ഇവർക്ക് എന്താ സംഭവിക്കുന്നത്, അതേപോലെ ഇവരോട് സംസാരിക്കുക. ചിലപ്പോൾ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നം ഉണ്ടാവത്തുള്ളൂ. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലം ഈ ലോകത്തിലില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു ഡിപ്രസീവ് സ്റ്റേജിലുള്ള ഒരാളുകൾക്കൊക്കെ സൂയിസൈഡ് തോട്ട്സ് കൂടുതലാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയും ക്യാൻസറിനെക്കാളും ഭീകരമായ ഒരു അസുഖമാണ് ഡിപ്രഷൻ. കാരണം ക്യാൻസറിന് പോലും നമുക്ക് നല്ലൊരു പ്രോപ്പർ മെഡിസിനിൽ കൂടെ രക്ഷപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. പക്ഷേ ഡിപ്രസീവ് സ്റ്റേജിൽ ഭയങ്കര ഒരു ചാലഞ്ചിങ് ആണ് അവരെ ഒന്ന് ഓവർകം ചെയ്യുക. കാരണം അവർക്ക് ഹോപ്പില്ല. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സൈക്കാട്രിക്കലി സൈക്കോളജിക്കലി ഇഷ്യൂ കാരണം സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവും. അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം. അപ്പോൾ ഓരോ കേസിനും ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുക്കണം. അത് ആരാണോ അവർക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളത് അവരുടെ ഹെൽപ്പ് എടുത്ത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് സൊല്യൂഷനിലോട്ട് വെൽനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. അതെനിക്ക് ജനറലായിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം എന്തെന്ന് ഇപ്പോഴത്തെ കേസസ് എല്ലാം അത്രയും ഡെപ്താണ്. ഞാൻ പറഞ്ഞില്ലേ, മരണം വരെ എത്തണമെന്ന് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ സ്റ്റേജിലെത്തി അല്ലേ. അവരെ ഓരോ സ്റ്റേജിലും എത്തിയിട്ടാണ് ആ ഡിപ്രസീവ് സ്റ്റേജിൽ എത്തുന്നത്. ആ സമയത്ത് അവരെ നമുക്ക് ഒരു പ്രോപ്പർ കൗൺസിലിങ്ങോ തെറാപ്പിയിലോ ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രമേ അവർക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. ആത്മഹത്യകൾ ഒഴിവാക്കാൻ കുടുംബത്തിന് പ്രധാന പങ്കുണ്ട്. വിവാഹം കഴിച്ചു കഴിഞ്ഞാലും മക്കൾക്ക് എന്തും തുറന്നു പറയാനുള്ള അവസരം നൽകുക. നാട്ടുകാരെ വീട്ടുകാരെ പേടിച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്ന പഴയ രീതി മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഒഴിവാക്കുക. വിവാഹ മോചനം കൊണ്ടുണ്ടാകുന്ന നാണക്കേട് മക്കളോട് പറഞ്ഞ് ഏതു വിധേനെ സഹിച്ചു നിൽക്കാൻ പറയുന്ന മാതാപിതാക്കൾ മുന്നോട്ടു പോകാൻ സാധ്യമല്ലെങ്കിൽ നിനക്ക് തിരിച്ചു വരാമെന്ന് മക്കളോട് പറയുകയും വേണം. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ അച്ഛൻ അതൊരു വലിയൊരു ബേർഡനായിട്ട് വരുവാണ്. കാര്യം സ്ത്രീധനം എന്ന് നിയമപരമായ സ്ത്രീധനം ഇല്ല. സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യരുതെന്ന നിയമം ഉണ്ടെങ്കിൽ പോലും അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പോക്കറ്റ് മണി ആയിട്ടും അല്ലാതെയും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഞാനിപ്പോൾ പറയുന്നത് ഷാർജയിൽ അടിക്കടിയായി നമ്മളിപ്പോൾ കണ്ട 2 കേസുകളിലും നല്ല രീതിയിൽ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയച്ച 2 പെൺകുഞ്ഞുങ്ങളാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. അവരെ കല്യാണം കഴിച്ചിരിക്കുന്നവർക്കും വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല സാമ്പത്തിക ചുറ്റുപാടുകളും ഉള്ളവരാണ്. എന്നിട്ട് പോലും അവരിത് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. പലപ്പോഴും കല്യാണം കഴിച്ച് വിടുന്നതോടുകൂടി നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണ് കേട്ടോ. കല്യാണം കഴിച്ച് വിടുന്നതോടുകൂടി ഒരു പെൺകുട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു എന്നാണ് ഒരു വിഭാഗം
മാതാപിതാക്കളുടെ ആണെങ്കിലും ചിന്തകൾ. കാര്യം നമ്മൾ കാണാറുണ്ടായിരുന്നു കേരളത്തിൽ നടന്ന കേസുകളിൽ ആ ഒരു പെൺകുഞ്ഞിൻ്റെ വോയിസ് റെക്കോർഡൊക്കെ നമ്മൾ കേട്ടു മാധ്യമങ്ങളിലൂടെ. എനിക്കിവിടെ പറ്റുന്നില്ല, എന്നെ ഇവിടെ നിന്നൊന്ന് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ ജീവനോടെ കാണില്ല എന്ന്. എന്നിട്ട് പോലും ആ കുഞ്ഞിനെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാതെ അതിനെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ആരും കുറ്റപ്പെടുത്തുകയല്ല, ഇത് നമ്മളുടെ കൺമുന്നിൽ കണ്ട കാഴ്ചയാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കുമ്പോൾ അവിടെ കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം തീരുന്നില്ല, നമ്മളുടെ ഉത്തരവാദിത്തം കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ മാതാപിതാക്കളും ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു പെൺകുഞ്ഞിനെ വിവാഹം കഴിച്ച് അയക്കുന്ന കൂടെ അവളോട് പറഞ്ഞു വിടേണ്ട ഒരു കാര്യമുണ്ട്. നീ തനിച്ചല്ല, നിന്റെ ജീവിതത്തിലൊരു പ്രശ്നം, നമുക്കറിയാം ജീവിതമൊക്കെ പ്രശ്നങ്ങൾ നിറഞ്ഞത് തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കത് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. എന്ത് കാര്യമുണ്ടെങ്കിലും, ഒരു ചെറിയ കാര്യമുണ്ടെങ്കിലും നമ്മുടെ ഫാമിലിയെ അറിയിക്കുക. അറിയിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യപരമായ രീതിയിൽ, നമ്മൾ പണ്ടൊക്കെ പറയും കുടുംബജീവിതത്തിനിടയിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരരുത്, അത് പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ്. നമ്മുടെ ഒരു ഹസ്ബൻഡ് വൈഫിനിടയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ മൂന്നാമതൊരാൾ കടന്നു വന്നാൽ രണ്ട് സൈഡും കേട്ട ശേഷം രണ്ടുപേരെയും ഒന്ന് ഉപദേശിച്ച് അതിനുള്ളൊരു സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് അവർക്ക് സന്തോഷകരമായി പോകാൻ സാധിക്കും. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ മാന്യമായി ബന്ധം പിരിയുക, ഒരു ആത്മഹത്യയിലേക്കോ കൊലപാതകത്തിലേക്കോ കടക്കാതെ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ട, അവൾക്ക് ധൈര്യം കൊടുക്കേണ്ടത്, ഒരു പുതിയ വീട്ടിലേക്ക് പോവുകയാണ്, പുതിയ ചുറ്റുപാടാണ്, രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളാണ്, രണ്ട് രീതിയിൽ വളർന്നവരാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പിലാക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, നിനക്കവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അച്ഛനോടും അമ്മയോടും പറയുക, വീട്ടിലേക്ക് പോരുക. ഇത്തരം ആത്മഹത്യകൾ സമൂഹത്തിനു നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇതിൽ കുറ്റക്കാരാണ്. ഫാമിലി മാത്രമല്ല, സമൂഹം, നമ്മൾ ഓരോരുത്തരും ഇതിൽ കുറ്റക്കാരാ. ഇപ്പോൾ ഒരു പാരൻ്റ് പറയാണ് ജനങ്ങൾ എന്ത് പറയുന്നു, അപ്പോൾ ആ പാരൻറ്റിന് തന്നെ അവിടെ ആ പാരൻ്റ് കുറ്റം തന്നെയല്ലേ. ആ പാരൻ്റ് മറ്റുള്ളവരെ പറയുന്നത് കൊണ്ടല്ലേ ആ പാരൻ്റ് ജനങ്ങൾ എന്ത് പറയുന്നു പറയണേ. മനസ്സിലായോ? ജനങ്ങൾ എന്ത് പറയുന്നു, അപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഈ പറയുന്ന പാരൻ്റ് പറയുന്നുണ്ട്. അപ്പുറത്തെ കുടുംബത്തിൽ വരുന്ന സംഭവത്തിന് ഇവർ പറയുന്നുണ്ട്, ഓ അവളിതേ അങ്ങനെ പോയിട്ട് ഇതേ കഴിഞ്ഞു വന്നു ഇവിടെ നിൽക്കുന്നു, എന്തൊരു കഷ്ടമാണ്, അങ്ങനെ അവരവർ മോശമായിട്ട് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ എന്നെ പറയും, അല്ലേ? പക്ഷെ നമ്മൾ അങ്ങനെയുള്ള അപ്പുറത്തെ വീട്ടിലുള്ളത് എന്താണെന്ന് നമ്മൾ എല്ലാം അവരുടെ കാര്യങ്ങൾ ചെയ്യാനും അന്വേഷിക്കാനും പോകണ്ട. അവിടെ എന്തോ നടക്കട്ടെ, അത് അവരുടെ മകള്, അവരെന്താണ്, അവരുടെ മകൾ കല്യാണം കഴിഞ്ഞു, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാണ്ടായി, കുടുംബത്തേക്ക് തിരിച്ചു വന്നു, അത് അവരവരുടെ മക്കളെ സംരക്ഷിക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴാണല്ലോ നമ്മളുടെ മക്കളെ പറയാൻ മറ്റുള്ളവരുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ സമൂഹം നന്നാവണം ആദ്യം. ഇപ്പം ഈ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, ഈ ആത്മഹത്യയായാലും ഈ ജീവിതത്തിലുണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾക്കായാലും ഒക്കെ ഈ സമൂഹമാണ് കുറ്റക്കാർ. ഞാൻ അങ്ങനെ പറയുള്ളൂ. വിഷമഘട്ടത്തിൽപ്പെടുന്ന സ്ത്രീകളെ സഹായിക്കാൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, ഹോപ്പ് ഓഫ് ലൈഫ് തുടങ്ങിയ സംഘടനകൾ UAE പ്രവർത്തിക്കുന്നുണ്ട്. എത്രയോ സംഘടനകളുണ്ട്. ഒന്ന് ആരുടെങ്കിലും ഒരു 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 ഇതിൽ വിളിച്ചിട്ട് എനിക്ക് ഇന്നമാതിരി പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇടപെടാത്തവരില്ല. വേണ്ട, നമ്മളുടെ ഇന്ത്യൻ അസോസിയേഷനിൽ ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞാലൊക്കെ ഇതിന് പരിഹാരമുണ്ട്. ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യും, ഞങ്ങളവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കും. നിയമവശമായിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അതിനുള്ള സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതിനൊക്കെ നമുക്ക് മാർഗങ്ങളുണ്ട്. നമ്മളുടെ പക്കത്ത് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ആളുകൾ നമ്മളുടെ ഈ ഒരു ഹോപ്പ് ഓഫ് ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാമിലി സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട്. ഇനിയൊരു ആത്മഹത്യ വാർത്ത പ്രവാസ ലോകത്തു നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ.